ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. എടാ, നമുക്ക് പരീക്ഷയ്ക്ക് ഒരു പാചകക്കുറിപ്പ് എഴുതുന്നത് ചോദിച്ചാലോ? പഠിക്കണ്ടേ? നമുക്ക് ഒരുപാട് ഫുഡ് ഐറ്റംസ് നിങ്ങൾക്ക് ഉണ്ടാക്കാനായി അറിയായിരിക്കും, അതിന്റെ മെനു ഒക്കെ അറിയായിരിക്കും. പക്ഷെ പരീക്ഷയ്ക്ക് പെട്ടെന്ന് എഴുതുന്നത് ചോദിച്ചാൽ അറിയാൻ പറ്റണമെന്നില്ല അല്ലേ? നമുക്കൊരു പാചകക്കുറിപ്പ് തയ്യാറാക്കി നോക്കാം. എന്താണ് പാചകക്കുറിപ്പ്? എങ്ങനെയാണ് തയ്യാറാക്കി നോക്കുക? പാചകക്കുറിപ്പ് തയ്യാറാക്കുന്ന സമയത്ത് നമുക്ക് എന്താണ് വേണ്ടത്? അപ്പോ ചക്ക കൊണ്ടോ മാങ്ങ കൊണ്ടോ ഉള്ള വിഭവം ആയിക്കോട്ടെ. അപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചക്കപ്പുഴുക്ക് അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. നോക്കൂ, എന്തൊക്കെയാണ് ഇതിന് വേണ്ട ചേരുവകള്. പഴുക്കാത്ത ചക്കകളുടെ ചുള വേണം, കുരുവും ചവണിയും കളഞ്ഞ് അരിഞ്ഞത്. പിന്നെ അതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് മഞ്ഞപ്പൊടി, മുളക് പൊടി, തേങ്ങ ചിരകിയത്, വറ്റൽമുളക്, ജീരകം, വെളിച്ചെണ്ണ, കറിവേപ്പില. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ചക്കച്ചുള അരിഞ്ഞ് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ചേർത്ത്, ഞാൻ മുളക് പൊടി ഇടാറില്ല, പച്ചമുളകാണ് ഇടാറ്, വെള്ളം ചേർത്ത് വേവിച്ചെടുക്കുക. എന്നിട്ടോ തേങ്ങ ചിരകിയതും ജീരകവും കൂടി ചതച്ചെടുത്ത് വെന്ത ചക്കയിലേക്ക് ചേർക്കുക. നന്നായി ഇളക്കി യോജിപ്പിക്കുക. അവസാനം കടുകും കറിവേപ്പിലയും വറ്റൽമുളകും ആവശ്യമെങ്കിൽ ചിരകിയ തേങ്ങയും ചേർത്ത് വെളിച്ചെണ്ണയിൽ വറവിടുക. അപ്പോൾ ഇതാണ് ചക്കപ്പുഴുക്ക്. ചിലര് എന്ത് ചെയ്യാറുണ്ട് എന്നറിയോ? വെളുത്തുള്ളിയും കൂടെ ചേർക്കാറുണ്ട്. നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, നിങ്ങളുടെ അമ്മമാർക്കും ഞങ്ങളുടെ നാട്ടിലെ ചക്കപ്പുഴുക്ക് ഇഷ്ടമാവുമോ എന്നൊന്ന് കാണിച്ചു കൊടുക്കണേ. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ലൈവ് ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ എല്ലാവരും ലൈവ് ക്ലാസ്സിലേക്ക് പോന്നോളൂ കേട്ടോ.